Hey guys, this is Vishnu. This is Sudhish. Welcome to our channel. What's the crack? What's the crack, brother? Crack for the day is തുടരും. എന്ത് തുടരും? മോഹൻലാൽ തുടരും. മോഹൻലാൽ തുടരും. മോഹൻലാൽ ഇപ്പൊ ഒന്നും അവസാനിക്കില്ലേ? എനിക്ക് തോന്നുന്നില്ല അങ്ങേരെ ആ പോക്ക് കണ്ടത് ഇനി അങ്ങേരെ കയ്യിൽ നിന്ന് കുറെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആണ് ഞാൻ പ്രതീക്ഷിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ പോയി തുടരും കണ്ടു ആഫ്റ്റർ 2 weeks man. അതെ, പടം ഇറങ്ങി 175 കോടി കളക്ഷൻ നേടിക്കഴിഞ്ഞപ്പോൾ എനിക്കും വിഷ്ണുവിനും ഒരു ഐഡിയ തോന്നി. യെസ്, പക്ഷേ ദ ബെസ്റ്റ് പാർട്ട് ഈസ് നമ്മളും കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനകത്ത്. നമ്മൾ 2600 രൂപ 2600 നമ്മുടെ ഇവിടുത്തെ വാല്യൂ നോക്കുമ്പോൾ 176 കോടിയായി. നമ്മളായിരുന്നു ലാസ്റ്റ് ഇതിനകത്തോട്ട്. പക്ഷേ ആക്ച്വലി വി വർ ഫോർച്ചുനേറ്റ് ഇനഫ് നമുക്ക് തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ പറ്റി. നല്ലൊരു തിയേറ്റർ ആയിരുന്നു, അടിപൊളി തിയേറ്റർ ആയിരുന്നു. അത്യാവശ്യം ക്രൗഡഡ് ആയിരുന്നു ഇന്നലെയും. അത്യാവശ്യം അത് ഫുൾ ആയിരുന്നു ആക്ച്വലി. അതെ, ഓൾമോസ്റ്റ് ഫുൾ ആയിരുന്നു. യെസ്. സോ അപ്പൊ നമുക്ക് സിനിമേന്റെ അകത്തോട്ട് പോവാം. അതെ, അപ്പം നമുക്ക് തുടരും എന്ന സിനിമയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം പടം പൊതുവെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു സാധനം. വിഷ്ണുവിന്റെ അഭിപ്രായത്തിൽ ആസ് എ ഹോൾ ഹൗ വാസ് ദ മൂവി? എനിക്ക് ഇഷ്ടപ്പെട്ടു ആക്ച്വലി. സോ ബട്ട് ഇഫ് യു ആസ്ക് മീ ഭയങ്കര ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു. അത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മൂവി. കാരണം നമ്മൾ ഈ ഇടയ്ക്ക് മോഹൻലാലിന്റെ കുറെ ഫ്ലോപ്പ് നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ആക്ച്വലി യെസ് എമ്പുരാനൊക്കെ കഴിഞ്ഞപ്പോ നമ്മള് മോഹൻലാലിന്റെ ഒരു ശരിക്കും ഒരു റിയലിസ്റ്റിക് ഒരു ആക്ടിങ് കണ്ടിട്ട് കുറെ നാളായി. അപ്പൊ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു മൂവി വന്നു കഴിഞ്ഞപ്പം അതെ, എനിക്കും ഫിലിം ഒരു വൺ ടൈം വാച്ച് ആയിട്ട് തോന്നി. വൺ ടൈം വാച്ച്. ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് പടം ഭയങ്കര ക്ലാസ് പടമാണോ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അംഗീകരിക്കാൻ. ബട്ട് ഇറ്റ്സ് നോട്ട് എ ബാഡ് മൂവി. ഒരു തവണ നമുക്ക് തിയേറ്ററിൽ പോയി കാണാവുന്ന ഒരു എന്റർടൈനർ ആണ്. അല്ല, ഡെഫിനറ്റ്ലി നമുക്ക് ഇത് ആക്ച്വലി കുറെ പേര് പറയുന്നുണ്ട് ഇത് നമുക്ക് 1, 2, 3 ടൈംസ് പോയിട്ട് തിയേറ്ററിൽ തന്നെ പോയി കാണുന്ന മൂവി. പക്ഷെ കുറെ വട്ടം കാണാനുള്ള ഒരു മൂവി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തായാലും എന്റർടൈനർ ആയിട്ട് ഒരു നല്ല രീതിയിൽ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ് വാസ് മൈൻഡ് ബ്ലോയിങ്. അതെ. അപ്പൊ നമുക്ക് പടത്തിൽ ആദ്യം നമ്മുടെ പടത്തിന്റെ മെയിൻ ആള് ഒബ്വിയസ്ലി നമ്മുടെ ഏട്ടനാണ്. ലാലേട്ടൻ. ഏട്ടന്റെ ആക്ടിങ്ങിനെ കുറിച്ച് നമുക്കൊരു 2 വാക്ക് പറയാം. യെസ്. സോ ആക്ച്വലി ഫോർ മീ നമ്മുടെ ലാലേട്ടന്റെ ആക്ടിങ് ആസ് യൂഷ്വൽ നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ഒരു കിടിലൻ നടൻ തന്നെയാണ്, കംപ്ലീറ്റ് ആക്ടർ ആണ്. ഈ മൂവിയിൽ പുള്ളിനെ നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ സംവെയർ ഐ ഫീൽ പുള്ളി നമ്മുടെ ഈ ഭ്രമരം പിന്നെ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ദൃശ്യം അതിലൊക്കെ പോലത്തെ ഒരു ആക്ടിങ്, ആ ഒരു ആക്ടിങ് എനിക്കും അങ്ങനെ തന്നെ തോന്നി. അതായത് ദൃശ്യത്തിനകത്തും ഭ്രമരം ഞാൻ പറയുന്നില്ല, ഭ്രമരം എന്നെ സംബന്ധിച്ച് മോഹൻലാലിന്റെ ഒരു വളരെ നല്ല പെർഫോമൻസുകളിൽ ഒന്നായിരുന്നു ഭ്രമരം എന്റെ അഭിപ്രായത്തിൽ. ദൃശ്യത്തിനകത്തെ ആക്ടിങ് അതേപോലെ തന്നെ ഇതിനകത്തും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ട് മോശമാണെന്നല്ല പറഞ്ഞ്, ദൃശ്യത്തിന് നല്ല ആക്ടിങ് ആയിരുന്നു, ഇതിനകത്തും നല്ല ആക്ടിങ് ആണ്. മോഹൻലാൽ എന്ന നടന് ചെയ്യാവുന്ന ഏറ്റവും മാക്സിമം ഇപ്പോഴത്തെ ഒരു കറണ്ട് സെനാരിയോയിൽ ചെയ്യാൻ എത്രമാത്രം പറ്റുമോ അത്രയും നല്ലോണം പുള്ളിനെ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം ഡയറക്ടറായ തരുൺ മൂർത്തി, പ്രൊഡ്യൂസറും ഡയറക്ടറും നല്ല സ്മാർട്ടാണ്. പുള്ളിക്ക് അറിയാം പുള്ളിക്ക് എവിടെയാണ് നമുക്ക് പഴയ മോഹൻലാലിനെ കൊണ്ടുവരാൻ പറ്റിയ ആ ഒരു ഇമോഷൻസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റിയ രീതിയിൽ തന്നെ പുള്ളി എല്ലാം. പിന്നെ അവർക്കും അറിയാം ഫാൻസിന് വേണ്ടത് ഇതാ. ഫാൻസിനും ഇപ്പം എമ്പുരാനാണേലും എമ്പുരാൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നാലും പടം ഹിറ്റാണ്. സോ അവിടെയും നമ്മൾ ഡയറക്ടർ പൃഥ്വിരാജിനെയും അതിന്റെ പ്രൊഡ്യൂസേഴ്സിനെയൊക്കെ നമ്മൾ കമന്റ് ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം അവർക്കും ദേ ഓൾസോ ന്യൂ ഹൗ ടു യൂസ് മോഹൻലാൽ. അതും ശരിയാ. കാരണം ഒരു വലിയൊരു ബഡ്ജറ്റ് മൂവി ആയിരുന്നു എമ്പുരാൻ. അതെ, അതിന് ഇപ്പം പൃഥ്വിരാജ് ആയാലും അവർ അതിന് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുത്തില്ല. അവർ അങ്ങനത്തെ ഒരു മൂവി ചെയ്യണം എന്ന് വിചാരിച്ച് മോഹൻലാലിനെ കൊണ്ട് ഫസ്റ്റ് ടൈം ആയിരിക്കും എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു ബിഗ് ബഡ്ജറ്റ് മൂവി കേരളത്തിൽ. അതിനകത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ആ സിനിമ 175 കോടിയോളം ബഡ്ജറ്റിലാണ് ഇറക്കിയത്. എന്നിട്ട് അതിപ്പം 275 കളക്ട് ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു കാര്യം. പക്ഷെ ഈ പടം എനിക്കറിയില്ല എത്രയാണ് ഇതിന്റെ, എനിക്ക് തോന്നുന്നു മേ ബി ഒരു 60 crores 70 crores വല്ല ആയിരിക്കും ഇതിന്റെ ബഡ്ജറ്റ്, എനിക്കറിയില്ല. പക്ഷേ ഇറ്റ്സ് നൗ 175. സോ അതാണ് വാട്ട് ഡസ് ദാറ്റ് ഷോസ്. അപ്പം ഈ മോഹൻലാലിനെ കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ റോള് ചെയ്യിപ്പിച്ചാൽ മതി. ഇപ്പൊ ചെയ്യിപ്പിച്ചാൽ മതി ഇൻ ദ സെൻസ് ഇപ്പം ഇങ്ങനത്തെ ഒരു സ്മോൾ ബഡ്ജറ്റ് മൂവി ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ കാശ് കൂടുതൽ പ്രൊഡ്യൂസിന് വരാം. പക്ഷെ വി കൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ഫാൻസ്. നമ്മളിപ്പം അതൊരു സെയിം സാധനം അതേപോലത്തെ മൂവീസ് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാലും ബോറിംഗ് ആണ്. എന്തായാലും ഓവറോൾ പടം വാസ് ഗുഡ്. മോഹൻലാലിന്റെ അഭിനയം വളരെ നല്ലതായിരുന്നു. മോഹൻലാലിന്റെ ക്യാരക്ടർ വാസ് ഗുഡ്. എനിക്ക് അതിനകത്ത് പുള്ളിയുടെ ക്യാരക്ടറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മറ്റേ
ഫൈറ്റർ സാധനമൊക്കെ കൊടുത്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പുള്ളിന്റെ ഭംഗിയായിട്ട്. ആക്ച്വലി നമ്മൾ മോസ്റ്റ് ഓഫ് ദ മൂവീസിൽ ഇപ്പം മലയാളം ചില മൂവീസ് ഒക്കെ കാണുമ്പോൾ നമ്മള് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ കുറച്ച് ക്ലീഷി ആയിട്ട് അതെ, തോന്നും. അതെ. പക്ഷെ ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ഫൈറ്റിംഗ് സീൻസ് ഷോർട്ട് ആൻഡ് ക്രിസ്പാണ്. ഭയങ്കര കുറച്ച് ഷോർട്ടും നേരത്തെ. പിന്നെ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ഒരു ഓവർ ആക്കിയിട്ടില്ല പിന്നെ പുള്ളിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, പുള്ളിയുടെ ക്യാരക്ടറിൽ ക്യാരക്ടർ. ഫൈറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതൊക്കെ വളരെ നല്ലോണം കാണിച്ചു. ഫസ്റ്റ് ഹാഫ് എസ്പെഷ്യലി പുള്ളിയുടെ ഒരു ക്യാരക്ടർ പ്ലേസ്മെന്റ് ആണ്. സെക്കൻഡ് ഹാഫിന്റെ അതെ. ട്രാൻസ്ഫോർമേഷൻ ട്രാൻസ്ഫോർമേഷൻ വെച്ചാൽ പുള്ളിയുടെ ആ ഫസ്റ്റ് ഹാഫിൽ എന്തായിരുന്നു പുള്ളി പണ്ട്, എന്താ നമ്മളെ കാണിക്കുന്നില്ല. പുള്ളിയുടെ ജസ്റ്റ് ഫോട്ടോസ് ഒക്കെ കാണിക്കുന്നുള്ളൂ, പണ്ടത്തെ കുറെ ഫോട്ടോസും. അതെന്തായിരുന്നു എന്നുള്ളത് സെക്കൻഡ് ഹാഫിലാണ് നമ്മൾ. പിന്നെ സംവെയർ വാട്ട് ഐ ഫീൽ സംവെയർ ഇപ്പൊ സെക്കൻഡ് ഹാഫ് നമ്മൾ ഇപ്പം ഫസ്റ്റ് ഹാഫ് ഇന്റർവെലിന്റെ സമയത്ത് അവര് ആരാണ് ആ പെർട്ടിക്കുലർ ഇപ്പം മൂവി കണ്ടവർക്ക് അറിയാം. സെക്കൻഡ് ഹാഫിൽ ഒരു റിവെഞ്ച് ആണ്. അതെ, Right. അതെ, ഒരു റിവെഞ്ച് അപ്പം മൂവിയാണ്. പക്ഷെ അത് പ്രഡിക്റ്റബിൾ അല്ലേ? അതെ, പ്ലോട്ട് പ്രഡിക്റ്റബിൾ ആയിരുന്നു എനിക്ക്. എനിക്കും അതാ ഞാൻ പറഞ്ഞു, സ്റ്റോറി ഒരു ബേസിക് ആ. സ്റ്റോറിയാണ് വിച്ച് ബ്രിങ്സ് അസ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ. പടത്തിന്റെ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഈ പടം ഒരു വേറെ ലെവലിലോട്ട് എത്തിച്ചു. ഇപ്പൊ ഭ്രമരം എന്ന സിനിമ ഒരു ആവറേജ് സ്റ്റോറിയാണ്, പക്ഷെ അതിനെ വേറെ ലെവലിൽ എത്തിച്ചത് മോഹൻലാൽ. അതെ. പക്ഷെ ഈ പടത്തിനകത്ത് മിസ്റ്റർ പ്രകാശ് വർമ്മ, വാട്ട് ഹാവ് യു ഡൺ? വാട്ട് ഹാവ് യു ഡൺ? ഫസ്റ്റ് മൂവി ഡൂഡ്. പ്രകാശ് വർമ്മ നെയിൽഡ് ഇറ്റ് ആക്ച്വലി. അതെ. പ്രകാശ് വർമ്മന്റെ എനിക്ക് അതിനകത്ത് ഒരു സീനുണ്ട്. പുള്ളി കണ്ണുകൊണ്ട് ഒരു സംഭവം ഒരു ചെറിയ ഒരു 2 സെക്കൻഡ് ഒരു ഷോട്ടാണത്. പുള്ളി കണ്ണുകൊണ്ട് മോഹൻലാലിന് ഒരു സാധനം കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അത് പുള്ളി ഭയങ്കര നാച്ചുറൽ ആയിട്ട്. അത് മാത്രമല്ല, പുള്ളി വന്ന ആ സെക്കൻഡ് തൊട്ടാണ് പടം കയറുന്നത്. അതായത് പുള്ളി ഭയങ്കര നാച്ചുറൽ ആയിട്ട് ഭയങ്കര, അതായത് ഫസ്റ്റ് ടൈം ആക്ടിംഗ് ആണെന്ന് പറയത്തേ ഇല്ല. പറയില്ല. ലുക്ക് ലൈക്ക് എക്സ്പീരിയൻസ്ഡ്. ഒബ്വിയസ്ലി ബിക്കോസ് പുള്ളിയാണല്ലോ കുറെ അടിപൊളി അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. ഹച്ച് പപ്പീസും സൂസു സൂസു ഫോണിന്റെ സാധനമൊക്കെ പുള്ളി അപ്പൊ പുള്ളിക്ക് ഹി നോസ് പക്ഷെ അതിലൊക്കെ പുള്ളി ഡയറക്ഷൻസിലോട്ടാണ് പുള്ളി കോൺസെൻട്രേറ്റ് ചെയ്തത്. ഇത് ഇതിനകത്ത് പുള്ളി ഭയങ്കര ആക്ടിങ് ചെയ്യുമ്പോൾ അതും ഫസ്റ്റ് മൂവി ആകുമ്പോൾ ഇത് എന്തുകൊണ്ട് ഇപ്പൊ എനിക്ക് ചിന്തിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പുള്ളി ലേറ്റ് ആയി പോയി. Maybe he was not interested. എനിക്കൊരു ബ്രെത്ത് ഓഫ് ഫ്രഷ് എയർ ആയിട്ട് തോന്നി. പുള്ളിയുടെ അഭിനയം ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു. എനിക്ക് പുള്ളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് വെച്ചാൽ പുള്ളി എല്ലാ പുള്ളിയുടെ ഒരു ഡയലോഗ് ഡെലിവറി കഴിയുമ്പോൾ എപ്പോഴും പുള്ളി ഫോളോ അപ്പ് ചെയ്തിട്ട് കണ്ടൊരു ഒരു ഫോളോ അപ്പ് ഉണ്ട്. പുള്ളി ഇങ്ങനെ ചോദിക്കുന്നതായിട്ട്. അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിന്റെ അല്ല, ഇതൊരു നാച്ചുറൽ എന്നുള്ള സാധനം. അതിനെക്കാട്ടും പിന്നെ കമന്റബിൾ ആയിട്ട് പറയാനുള്ള ഈ പെർഫോമൻസ്, നമ്മുടെ കമന്റബിൾ പെർഫോമൻസ് ലൈക്ക് ഈ ചെറിയ ക്യാരക്ടേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളൂ. കുറച്ച് നേരം സ്ക്രീനിലുള്ള ആൾക്കാരുണ്ടായിരുന്നു അതിനകത്ത്. പേരെന്തായിരുന്നു? നമ്മുടെ ഷൈജു അടിമാലി, ഇർഷാദ് മാൻ, തോമസ് മാത്യു മോനായിട്ട് അഭിനയിച്ച തോമസ് മാത്യു. ഇർഷാദ് എസ്പെഷ്യലി ആക്ച്വലി പുള്ളി ചെറിയ ചെറിയ സാധനം ഇട്ട് കൊടുത്തു. അത് ഭയങ്കര അത് ഭയങ്കര രസമായിട്ട്. 2 ഡയലോഗ് ഉണ്ട് ഇർഷാദിന്റെ, രണ്ടും നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഷൈജു അടിമാലി മറ്റേ ബൈക്കിൽ വന്നിട്ട് വെള്ളമടിക്കാനൊക്കെ വിളിക്കുന്ന സീനൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പടത്തില് 1-2 കോമഡി കൊള്ളാം. കുറച്ച് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കോമഡികളൊക്കെ ഉണ്ട് അല്ലേ? സോഷ്യൽ മീഡിയ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ അലിൻ ജോസ് പെരേരയോ അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാഗമ്മ, ഇവർക്കൊക്കെ പേറ്റന്റ് ഉണ്ടോ? എനിക്കറിഞ്ഞൂടാ, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ കോമഡിയൊക്കെ ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഇതിപ്പം സെക്കൻഡ് ടൈം പറയണ്ട ആരുടെ കോമഡിയാന്ന് പറയുന്നില്ല. സോ സെക്കൻഡ് ടൈം ഒക്കെ ഇത് യൂസ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇതൊക്കെ അവര് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് അവരുടെ ക്രിയേറ്റിവിറ്റിയാണ്. അപ്പൊ അവർക്കും നല്ലോണം ഉപയോഗിച്ചിട്ടുണ്ട്. അവര് ഉപയോഗിച്ച ക്യാഷും ഉണ്ടാക്കുന്നുണ്ടല്ലോ ഒബ്വിയസ്ലി. അപ്പം പിന്നെ ശോഭന പിന്നെ നമുക്കൊരു കുറച്ച് നേരെ ഉള്ളൂ. ശോഭനെ മാറ്റി നമുക്ക് ആക്ടിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് വേറെ സംഭവമുണ്ട്. കുറച്ച് ഇതൊരു ക്രൈം സെറ്റപ്പ് ആണല്ലോ പടം, അതെല്ലാവർക്കും അറിയാം. അപ്പം അതിനകത്ത് ഈ പോലീസ് സ്റ്റേഷനിലെ സീനൊക്കെ എനിക്ക് കുറച്ച് ദൃശ്യം അതും അല്ലേ പോലീസ് സ്റ്റേഷൻ അതാണ് ഞാൻ ഇനിഷ്യലി കോൺവെർസേഷൻസ് തുടങ്ങുന്ന മുമ്പേ പറഞ്ഞത്. എനിക്ക് എവിടെയൊക്കെയോ ദൃശ്യവും ബ്രഹ്മയുഗമാണ് ഞാൻ പറഞ്ഞത്. മ്യൂസിക്. ഓക്കെ. സോ ഭ്രമരവും ദൃശ്യം ഇതിന്റെ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ല. അതിനകത്ത് ഒന്നാണ് ഈ പോലീസ് സ്റ്റേഷനിലെ സീൻ. ബിനു പപ്പു എനിക്ക് പടത്തിൽ ഇത്തിരി ഒരു അഭിനയം വെച്ച് നോക്കുമ്പോ എനിക്കൊരു ബിനു പപ്പുവിന്റെ. ബിനു പപ്പു ആക്ച്വലി പുള്ളി എല്ലാവരും ചെയ്യുന്ന സെയിം സാധനം. എനിക്ക് പുള്ളിന്റെ ശബ്ദം, എനിക്ക് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. വാട്ട് യു തിങ്ക്? ഐ ഡോണ്ട് നോ. പുള്ളിന്റെ ശബ്ദം ഒരു എന്താ അറിയില്ല, പുള്ളി ഭയങ്കരമായിട്ട് മെനക്കെട്ട് അഭിനയിക്കുന്നോട്ട് എനിക്ക് തോന്നി. പുള്ളിയുടെ ഒരു നെഗറ്റീവ് പറയല്ല, പുള്ളി നല്ലോണം അഭിനയിച്ച പടങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിനകത്ത് എന്തോ എനിക്ക് നമ്മള് ദൃശ്യത്തിനകത്ത് ഷാജോന്റെ ഒക്കെ ക്യാരക്ടർ കണ്ടിട്ട്, ഷാജോൺ
ചെയ്ത ക്യാരക്ടർ കണ്ടിട്ട് ഇത് കാണുമ്പോൾ അതന്നെ. അല്ല വേറെ കാര്യമുണ്ട്. അപ്പൊ പുള്ളിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഹി വാസ് നോട്ട് ഗുഡ് എന്ന് പറയാൻ പറ്റില്ല. അല്ല ഗുഡ് അല്ലെന്നല്ല, ഹി പക്ഷെ വാസ് പുള്ളി ലൈക്ക് എവിടെയൊക്കെ കുറച്ച് സ്ട്രഗിൾ ബുദ്ധിമുട്ടും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കമ്പയർഡ് ടു അതർ ആക്ടേഴ്സ് പുള്ളി ഇപ്പൊ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഔട്ട് അതെ ചെയ്യുവാണെങ്കിൽ അതെ പുള്ളി അതെ കുറച്ച് താഴ്ത്ത ഞാനത് പറഞ്ഞു. ഷാജോണൊക്കെ ദൃശ്യത്തിനകത്ത് ചെയ്ത സാധനമല്ല, ക്രൂരനായ ഒരു പോലീസ് അയ്യോ. ഓഫീസർ, അത് ആ സിമിലർ സാധനമാണ് ഇതിനകത്ത്. പക്ഷെ പുള്ളി കുറെ കടന്ന് ഇഷ്ടപ്പെടുന്ന തൊട്ട് തോന്നി. പിന്നെ 1-2 പേര് ചുമ്മാ പടത്തിൽ വന്ന് പോകുന്നുണ്ട്, അതെന്തിനാ ആരാ ഇതിനകത്ത് പറയുന്നില്ല. യെസ് ഇതിനകത്ത് ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് വരുന്ന കുറച്ച് അത് ഗസ്റ്റ് അപ്പിയറൻസ് ആവുകയാണെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ച് നേരമെങ്കിലും ഇതിപ്പം ഞാനൊരു മീം എന്തിനാ കണ്ടു, വന്നേന്ന് മനസ്സിലായില്ല. ഞാനൊരു ട്രോൾ കണ്ടു, ട്രോളാണോ മീമാണോ അറിയില്ല. ഇഫ് യു ഫീൽ യു ആർ എ വേസ്റ്റ് ഇൻ യുവർ ലൈഫ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ദിസ് ഗസ്റ്റ് അപ്പിയറൻസ്. കാരണം അതൊരു വേസ്റ്റ് അപ്പിയറൻസ് ആണെന്നുള്ള യെസ് രീതിയിൽ അതായത് ആ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ ആ മൂവിയായിട്ട് ഒരു സെൻസും ഇല്ല. അത് ഡസന്റ് വെറുതെ മേക്ക് ഒരു എനി സെൻസ്. എനിക്കൊന്ന് നമ്മുടെ അത് ആര് മനസ്സിലൊരു സംശയം കൊണ്ടുവരാൻ വേണ്ടി. സംശയം കൊണ്ടുവരാൻ ആര് അവിടെ വെച്ച് അതെ. ആ സീൻ ചെയ്തായിരുന്നെങ്കിലും അത് വർക്കൗട്ട് തന്നെ. അതെ. ആര് ഏത് ചെറിയ പിന്നെ നമ്മൾ ആരെ ഏത് ക്യാരക്ടർ, പിന്നെ മോനായിട്ട് തോമസ് മാത്യുവിന്റെ കാര്യം പറഞ്ഞു. കുറച്ചു നേരം ഉള്ളൂ, എനിക്ക് ആ പയ്യനെ ഇഷ്ടമാണ്, നല്ല യെസ് ഹി അഭിനയം. വാസ് ഗുഡ്, മോളും നല്ലതായിരുന്നു. നല്ലതായിട്ട് അഭിനയിച്ചു. പിന്നെ ആരാ ഉള്ളേ നമ്മൾ വിട്ടുപോയത്? പിന്നെ ബെസ്റ്റ് അപ്പിയറൻസ് 1-2 പേരുണ്ട്. കുറച്ച് പേരെ പേര് കിട്ടും. പിന്നെ നമ്മുടെ മെയിൻ മണിയമ്പിള്ള രാജു, മണിയമ്പിള്ള രാജു വാസ് ഗുഡ്. പുള്ളി മണിയമ്പിള്ള obviously നല്ലൊരു നടനാണ്, യെസ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പടത്തിന്റെ ഹൈലൈറ്റ് ഈസ് പ്രകാശ് വർമ്മ. യെസ് അത് ഇപ്പൊ നമ്മളിപ്പം ടോപ്പ് 3 എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് മോഹൻലാലിനെ നമ്മൾ കമ്പയർ ബിക്കോസ് ഹീ ഈസ് എ ബെസ്റ്റ് ആക്ടർ. പക്ഷെ ഈ മൂവിയിൽ മോഹൻലാലിനെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത് അതെ പ്രകാശ് മോഹൻലാലിനെ നമ്മൾ വർമ്മ. പണ്ട് പറയുന്ന ഒരു ലെവലില് Yes. ഐ ഹോപ്പ് ഹി കണ്ടിന്യൂസ് ഡു മോർ റോൾസ്. Yeah, that's what I think. And ഒരു especially വില്ലൻ വേണ്ട, നമ്മൾ ഇന്നലെ പറഞ്ഞിട്ട് ഒരു വില്ലൻ മാറ്റി പിടിച്ച് വേറൊരു രീതിയിൽ ഒരു സാധനം കൂടെ പുള്ളി ചെയ്ത എത്രമാത്രം പുള്ളിയുടെ റേഞ്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതിനകത്ത് ആ മറ്റേ നമ്മുടെ മോഹൻലാലിന്റെ ഒരു സീൻ ഉണ്ട്. അതിപ്പം ഇൻസ്റ്റാ റീൽസിലായാലും യൂട്യൂബ് ഷോർട്സിലൊക്കെ ചാടുന്ന ഭയങ്കര ചാടുന്ന ഒരു നമ്മുടെ സ്പടികം. സ്പടികം മൂവിന്റെ ആ സാധനം ഇട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ആക്ഷനൊക്കെ സൂപ്പറാ. ആക്ഷൻ വാസ് മൈൻഡ് ബ്ലോയിങ്. അതെ. അത് എസ്പെഷ്യലി മോഹൻലാൽ അറ്റ് ദിസ് ഏജ് ആ പുള്ളി അത് ഭയങ്കര ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിട്ട് ആ ഷോട്ട് ചെയ്തിട്ടുണ്ട്. അതെ. അതായത് നമുക്കൊരു ഒന്നും പറയാനില്ല ആ പിന്നെ ആ ഷോട്ടിനെ കുറിച്ച്. കാടുമായിട്ടുള്ള ഒരു കണക്ഷൻ പടത്തിന്റെ അത് കുറച്ചുകൂടെ ക്ലിയർ ആവായിരുന്നു. പക്ഷെ it was good. എവിടൊക്കെയോ നമുക്ക് തോന്നി, എനിക്കറിയാം നിങ്ങൾക്ക് തോന്നിയത് മീൻസ് മൂവിക്ക് വേണ്ടായിരുന്നു കുറെ സീൻസ് ഇതിനകത്ത് നോട്ട് ഈ കണക്ടിങ്. പടത്തിനകത്ത് നീ പറഞ്ഞു കേട്ടോ, ഭ്രമരം, ദൃശ്യം, പുലിമുരുകൻ, സ്ഫടികം എല്ലാം ഫാൻസിന് വേണ്ട എല്ലാ സാധനവും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മള് വിട്ടുപോയ ഒരാളുണ്ട്, ആരാ? ബാക്ക്ഗ്രൗണ്ട് സ്കോർ ജേക്സ് ബിജോയ്. ഓ മൈ ഗോഡ്, ജേക്സ് ജെയ്ക്സ് ബിജോയ് ബിജോയ്. അതും ഞാൻ പറയാം, ബ്രഹ്മയുഗം, ഭ്രമരം എല്ലാം കൂടെ മിക്സ്, കമ്മട്ടിപ്പാടം, മ്യൂസിക് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു അതെ. ബാക്ക്ഗ്രൗണ്ട് പക്ഷെ സ്കോർ. എനിക്ക് പുള്ളി ഇഷ്ടമാണ്. No, actually he was good. That's what I'm saying. പുള്ളി അതിന്റെ മ്യൂസിക് എല്ലാം കൂടെ എടുത്തൊന്ന് മിക്സ് കുറച്ച് ചെയ്ത് മ്യൂസിക് കൂടിപ്പോയെന്ന് എനിക്ക് ഡൗട്ട് ഉള്ളായിരുന്നു ലാസ്റ്റ് സീനിലാണ്. പക്ഷെ പുള്ളിയുടെ കിങ് ഓഫ് പത്തയൊക്കെ ശ്രദ്ധിച്ചാൽ മതി. പടം ഭയങ്കര ബോറാണെങ്കിലും പുള്ളിയുടെ മ്യൂസിക് അടിപൊളിയാണ്. ഇതിനകത്തും പുള്ളി നല്ലോണം മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പക്ഷെ കുറെ മ്യൂസിക് ഉണ്ട് എന്നുള്ളത്. അല്ല, പക്ഷെ ഡോണ്ട് യു തിങ്ക് ലൈക്ക് ഇപ്പൊ ജെയ്ക്സ് ബിജോയിന്റെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പടം ഭയങ്കര നോർമലായി മാറി. നോർമൽ ഒരു മൂവി ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് ആയി. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പ്രകാശ് വർമ്മയും രണ്ട് ക്യാരക്ടേഴ്സ്, ഉണ്ട്. ബിക്കോസ് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചില സീനിൽ ഭയങ്കരമായിട്ട് അത് പുള്ളി ചെയ്ത് പോകുന്നുണ്ട് അതിന് ആ ഷോട്ടിന്. പിന്നെ അപ്പം ജേക്സ് ബിജോയ് നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തരുൺ മൂർത്തി ഡയറക്ടർ, തരുൺ മൂർത്തി ഡീസന്റ് ആസ് ജോബ്. എക്സ്പെക്ടഡ്, ഡീസന്റ് ജോബ്. പുള്ളിക്ക് കിട്ടിയ സാധനം പുള്ളി നല്ലോണം ചെയ്തു. നല്ലതാണ്. പിന്നെ എക്സ്പെക്ട് തരുൺ മൂർത്തി ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളക്ക ഞാൻ കണ്ടിട്ടില്ല. ഓപ്പറേഷൻ ജാവ കാണുമ്പോഴേ പുള്ളി എവിടെ വരെ ഏത് ലെവൽ വരെ പുള്ളിക്ക് ഒരു മൂവി ഡയറക്ട് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം. അപ്പം സോ ഇപ്പൊ നമ്മളിപ്പം ഒരു മൂവി എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് നമുക്ക് അവരെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യം വരാത്ത കുറച്ച് ക്യാരക്ടേഴ്സ് ആണ്, ജസ്റ്റ് ലൈക്ക് മോഹൻലാൽ, ശോഭന, ഡയറക്ടർ. കാരണം ഇവർ കുറെ നല്ല ക്ലാസിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇടയ്ക്ക് വരുന്ന ഇങ്ങനത്തെ ഇപ്പൊ പുതിയ ആളാ, ഇവരെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇനി പറയേണ്ടത്. കാരണം ഇവരൊക്കെ ഇനിയിപ്പോ പുതിയ ആക്ടേഴ്സ്. പിന്നെ എല്ലാം പൊതുവേ നല്ലതായിരുന്നു. എഡിറ്റിംഗ് വാസ് ഗുഡ്. എഡിറ്റിംഗ് ആരായിരുന്നു? എഡിറ്റിംഗ് ഐ തിങ്ക് ഐ ഫോർഗോട്ട് ഹിസ് നെയിം. ചെക്ക് ചെയ്യണം. എഡിറ്റിംഗ് ചെയ്ത ആളെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ കമന്റിൽ. അതെ എഡിറ്റിംഗ് വാസ് ഗുഡ്. സിനിമാറ്റോഗ്രഫി വാസ് ഗുഡ്. പാട്ടിനകത്തെ സീനുകളും ആ പുള്ളി നമ്മുടെ പ്രകാശ് വർമ്മയുടെ ക്യാരക്ടർ വന്നിട്ട് ഒരു ജീപ്പിലൊരു യാത്ര ഉണ്ടല്ലോ, ജീപ്പല്ല അംബാസിഡർ കാറിൽ, അതൊക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി വാസ് ഗുഡ്. I will not say as ഞാൻ നേരത്തെ പറഞ്ഞ not too good. ഔട്ട് ഓഫ് 10 എത്ര? 10 ഞാൻ പറയുന്നത് 7.5. ഞാനൊരു 6.5. ഓക്കെ, വേറെ മോശമാണല്ലോ. എന്റെ 6.5 നല്ല. ഇത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് അത് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം. അപ്പം പലവർക്കും പല അഭിപ്രായമുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം മാത്രമാണ്. നിങ്ങൾ ഇത് വെച്ചോണ്ട് നമ്മളെ
അല്ല, നമ്മുടെ പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ചിലപ്പം 10 ഔട്ട് ഓഫ് 10 യാ ആയിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാനും തോന്നും. ഇപ്പം എസ്പെഷ്യലി ഇപ്പം ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ്, അവർക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതെ, അതെ. അപ്പം നമ്മുടെ ഇപ്പം പുള്ളിനെ കൂടെ വന്ന ആള്, നമ്മുടെ കൂടെ വന്ന ആള്, അവർക്ക് മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമായിട്ട് ഇപ്പൊ അവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ they would say it is 10 out of 10. 10 ഔട്ട് ഓഫ് 10. പക്ഷെ നമ്മൾ ഞങ്ങള് ഈ 6.5 കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഈ പറഞ്ഞ തൊട്ട് എന്താ പറയാ, പടം കുറച്ചുകൂടെയൊക്കെ എവിടെയൊക്കെ കുറച്ചുകൂടെ ശരിയാക്കായിരുന്നു. നന്നാക്കായിരുന്നു. പക്ഷെ ഇറ്റ്സ് നോട്ട് ബാഡ്. ബട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്, സ്മോൾ ബഡ്ജറ്റിൽ എടുത്തിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്രോസിംഗ് 178 crores. അത് അതെല്ലാം റെക്കമെൻഡബിൾ ആണ്. അപ്പൊ നമ്മൾ പടം നിങ്ങളെ കാണണം എന്ന് തന്നെ പറയുന്നു. അത് പറയുന്നത്. പക്ഷെ ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കാം, ഇനിയിപ്പം നിങ്ങൾ മോഹൻലാലിന്റെ കയ്യിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത്? ഐ മീൻ ആഗ്രഹമാണല്ലോ മോഹൻലാൽ തുടരണം. മോഹൻലാൽ ഷുഡ് കണ്ടിന്യൂ ആക്ടിങ് എന്നാണ് ആളുകൾ. തുടരുന്നതിൽ അത്ഭുതമില്ല. ഹി ക്യാൻ സ്റ്റിൽ ഡു ഗുഡ് റോൾസ്. യെസ്, എക്സെപ്റ്റ് എമ്പുരാൻ. ആക്ച്വലി ആ പാട്ട് പ്ലീസ് എന്നെ ഓർമ്മിപ്പിക്കില്ല. എനിക്ക് ആ പാട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. ശരിയാ, ഇത് നമ്മൾ തുടരും എന്ന മൂവിനെ കുറിച്ചാണ്. പിന്നെ എല്ലാവരും ഈ മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണുക. ദ റീസൺ വൈ ഐ എം സേയിങ് ദിസ് ഇസ് ലൈക്ക്, തിയേറ്ററിൽ പോയി കണ്ടാൽ ആ ഒരു ജേക്സ് ബിജോയിന്റെ മ്യൂസിക് നിങ്ങൾക്ക് ശരിക്കും, പ്രകാശ് വർമ്മന്റെ ആക്ടിങ് ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾ ഗൈസ്. അത് ഒരു നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു വില്ലന്റെ ആക്ടിങ് ആണ് അതിനകത്ത്. അപ്പം അതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ വ്യൂസ് ഷെയർ ചെയ്യുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ നിങ്ങൾ മാക്സിമം ആൾക്കാരുടെ അടുത്ത് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും ഈ ചാനലിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ വേറെ പുതിയ ടോപ്പിക് ആയിട്ട് വരാം. ടോപ്പിക് നമുക്ക് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് നമുക്ക് ഇവരുടെ കൂടെ നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹം, നിങ്ങൾ ജസ്റ്റ് നമ്മളെ കമന്റിൽ പറയാം. നമ്മളെ പറ്റുവാണെങ്കിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ അതിനെ കുറിച്ച് സംസാരിച്ചിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം അതിനെ കുറിച്ച് സംസാരിക്കും. അപ്പൊ എന്തെങ്കിലും തെറ്റും കുറവുകളും ഒക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ട്രൈ ആണ്. ഞങ്ങൾ ഇൻട്രോ വീഡിയോയിൽ പറഞ്ഞോട്ട് ഞങ്ങൾ കുറെ സാധനങ്ങൾ ശ്രമിച്ചിട്ട് ഒന്നും വർക്കൗട്ട് ആയിട്ടിരുന്നതാണ്. ഇത് ചിലപ്പോൾ വർക്കൗട്ട് ആയിരിക്കും, നമുക്ക് നോക്കാം. ഇത് വർക്കൗട്ട് ആവാൻ വേണ്ടി തന്നെ നമ്മൾ ട്രൈ ചെയ്യുന്നത്. നമ്മൾ കുറെ ട്രൈ ചെയ്തിട്ട് ഒന്നും, പിന്നെ ഞങ്ങൾ ട്രൈ ചെയ്ത കുറെ സാധനങ്ങളും ഉണ്ട്. ഇതിപ്പം ആക്ച്വലി ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ കുറച്ച് വ്യൂസ് ഒക്കെ കയറി മുമ്പോട്ട് പോവാണെങ്കിൽ ഞങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾ നമ്മുടെ പഴയ കഥകളും നമ്മൾ ഇതുവഴി നമ്മൾ കുറെ ആളുണ്ടായിരുന്നു. ഞങ്ങള് പല പല സ്റ്റോറീസ് നമ്മുടെ പല സ്റ്റോറീസും ഉണ്ട്. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. തുടരുമോ? നമ്മൾ തുടർന്നിരിക്കും. ഓക്കെ, അപ്പൊ തുടരട്ടെ. അപ്പം so this is me Vishnu and this is Sudhish and this is our channel What's the Crack.